എന്താണ് എയിംസ് നോർസെറ്റ് 11 എക്സാമിനേഷൻ? അതായത് എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ആണ് ഈ പറയുന്ന നോർസെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുക. നോർസെറ്റിന്റെ ഫുൾ ഫോം വരിക നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും നോർസെറ്റ് 11 എന്താണ് എന്നുള്ളത് അല്ലേ? അതായത് ഇത് നടത്തുന്ന 11ാമത്തെ സീരീസ് എക്സാം ആണ് ഈ നോർസെറ്റ് 11 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ നോർസെറ്റ് എക്സാമിനേഷൻ എന്നായിരിക്കും വരുന്നത് എന്നുള്ളതല്ലേ? അതായത് 2026 സെപ്റ്റംബർ മാസത്തിലാണ് നോർസെറ്റ് 11 എക്സാമിനേഷൻ വരിക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ നോർസെറ്റ് എക്സാമിനേഷൻ എഴുതി സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ ജോബ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ ഏകദേശം 25-26ഓളം വരുന്ന എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള എക്സാമാണ് ഈ പറയുന്ന നോർസെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുക. നിങ്ങളുടെ വർക്ക് പ്ലേസ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് എയിംസിലും നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എയിംസിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ട് നമ്മൾ ഈ നോർസെറ്റ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ? അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ സാലറിയാണ്. അതായത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 80,000 മുതൽ 1,00,000 രൂപ വരെ സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന എയിംസിലെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അതുകൂടാതെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജോലിയിൽ പ്രവേശിച്ച 60 വയസ്സ് വരെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുക. അതുകൂടാതെ മൂന്നാമത്തെ കാര്യമാണ് അലവൻസ്. സാലറിയോടൊപ്പം തന്നെ നമ്മുടെ HRA ഹൗസ് റെന്റ് അലവൻസ്, DA, TA, അതുകൂടാതെ നിരവധി മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള പോസ്റ്റാണ് ഈ പറയുന്ന നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുക. അതുകൂടാതെ തന്നെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഹയർ സ്റ്റഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എയിംസ് നൽകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ്, അതായത് നമ്മുടെ കുട്ടിക്ക് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കാനുള്ള എല്ലാ ഫീസും ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും നമുക്ക് സ്പോൺസർ ചെയ്യുക. അതുകൂടാതെ അടുത്ത് വരുന്ന കാര്യമാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുക. അതായത് നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള സെക്കൻഡ് AC ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തന്നെ തരുന്നതായിരിക്കും. അതുകൂടാതെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതായത് നമുക്കും നമ്മുടെ ഡിപ്പെൻഡൻസിനും ഉള്ള എല്ലാ ചികിത്സയും ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏത് തരത്തിലുള്ള എക്സാമാണ് ഈ പറയുന്ന നോർസെറ്റ് എക്സാം എന്നുള്ളത് അല്ലേ? സോ നോർസെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ്, ഇത്രയും സാലറി ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള എക്സാം തന്നെ ആയിരിക്കും അല്ലേ? സോ ഈ നോർസെറ്റ് എക്സാമിനേഷൻ ബേസിക്കലി 2 ലെവലിലാണ് നടത്തപ്പെടുക. അതായത് ഒന്ന് നമ്മുടെ എയിംസ് പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ നോർസെറ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ, രണ്ടാമത്തേത് മെയിൻ എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൻ്റെ ക്വസ്റ്റ്യൻ കാറ്റഗറി വരുന്നത് 80:20. 80 ക്വസ്റ്റ്യൻസ് നഴ്സിംഗ് ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് നോൺ നഴ്സിംഗ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതേസമയം മെയിൻ എക്സാം ആണെങ്കിൽ നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസും നഴ്സിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, പക്ഷേ അത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് അല്ലേ? സോ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് സിലബസ് ആണ്. സോ ഈ ഇൻഡെപ്ത് സിലബസ് നമ്മൾ എല്ലാ ആസ്പെക്ട്സും കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയും. അടുത്ത നമ്മുടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചതിൽ നിന്ന് 0.33 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അവിടെ നമ്മൾ നേടുന്ന ഓരോ മാർക്കും അല്ലെങ്കിൽ ഓരോ 0.1 മാർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിത്തവും അതുകൂടാതെ നമ്മൾ വളരെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത വേറൊരു ഇഷ്യൂ ഇതിൽ വരുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു പോയിന്റ് ആണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ടോന്ന്, അതുകൂടാതെ ഈ കൃത്യം ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രാക്ടീസ് ടെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിലെ നോർസെറ്റ് 11 ബാച്ചിൻ്റെ സവിശേഷതകളാണ്. അതായത് ഒന്നാമത്തേത് സ്പെഷ്യലൈസ്ഡ് കോച്ചിങ്. നമ്മുടെ എയിംസിൻ്റെ എക്സാം പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ടൈലേർഡ് കോഴ്സുകളാണ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതായത് ഈ ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നത് ഇതിനു മുന്നേ ഈ സിമിലർ എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ടീച്ചേഴ്സ് തന്നെയായിരിക്കും. അതുകൂടാതെ NCLEX ലെവൽ ട്രെയിനിങ് ടീച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എസ്പെഷ്യലി മെയിൻ എക്സാമിനേഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും. സോ അത് ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ നൽകുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ നോർസെറ്റ് 11 ബാച്ചിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്.
എജൂസ് അക്കാഡമിയുടെ ചരിത്ര നേട്ടം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2025 വർഷം, കഴിഞ്ഞ വർഷത്തിൽ തന്നെ 10ലധികം ഒന്നാം റാങ്കുകൾ, അതുകൂടാതെ 300ലധികം റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ നോർസെറ്റ് പ്രിപ്പറേഷൻ എജൂസിൽ നിന്ന് തന്നെ ആവട്ടെ.